നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വിസയില്ല. നിലവിലുള്ളവ പുതുക്കാനും സാധിക്കില്ല. ജനുവരി 1 മുതൽ നിർബന്ധം. ദുബായിൽ നിന്നും നിർത്തലാക്കിയ ഫ്ലൈ ദുബായ് സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കും. സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ ഇന്ത്യയും ഒമാനും. ലഹരി ഡ്രൈവിംഗ്. ദുബായിൽ യുവാവിന് പിഴ 22.86 ലക്ഷം രൂപ. OICC കുവൈറ്റ് ഗാന്ധി ജയന്തി ആഘോഷിച്ചു. റിസാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഇൻകാസ് അബുദാബി ഗാന്ധി ജയന്തി ആഘോഷം. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വിസയില്ല. നിലവിലുള്ളവ പുതുക്കാനും സാധിക്കില്ല. ജനുവരി 1 മുതൽ നിർബന്ധം. വീട്ടുജോലിക്കാർ ഉൾപ്പെടെ UAE-യിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജനുവരി 1 മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി. അതിനകം ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാത്ത തൊഴിലുടമയ്ക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ജനുവരി 1 മുതൽ പുതിയ വിസ എടുക്കാനും നിലവിലുള്ളവ പുതുക്കാനും സാധിക്കില്ല. നിലവിൽ അബുദാബി, ദുബായ്, എമിറേറ്റുകളിലെ വിസക്കാർക്ക് മാത്രമാണ് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ളത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ദുബായിൽ നിന്നും നിർത്തലാക്കിയ ഫ്ലൈ ദുബായ് സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കും. മധ്യപൂർവ്വ ദേശത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് താൽക്കാലികമായി നിർത്തലാക്കിയ ദുബായിൽ ഇന്നും ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള ഫ്ലൈ ദുബായ് വിമാനങ്ങൾ നാളെ പുനരാരംഭിക്കുമെന്ന് എയർലൈൻ വക്താവ് പറഞ്ഞു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആവശ്യമെങ്കിൽ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ഭേദഗതി ചെയ്യുമെന്നും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ ഇന്ത്യയും ഒമാനും. സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ ഇന്ത്യയും ഒമാനും. സുഹാർ യൂണിവേഴ്സിറ്റിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റോഹ്തക്കുമാണ് സംയുക്ത ഡിഗ്രി പ്രോഗ്രാം തുടങ്ങാൻ ധാരണയിലെത്തിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ ഇന്നവേഷൻ മന്ത്രി ഡോക്ടർ റഹ്മ ബിൻ ഇബ്രാഹിം ബിൻ സയ്യിദ് അൽ മഹ്റൂഖിയ, ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പുവെക്കൽ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയും ഒമാനും സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കരാർ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. ലഹരി ഡ്രൈവിംഗ്. ദുബായിൽ യുവാവിന് പിഴ 22.86 ലക്ഷം രൂപ. ലഹരി ഉപയോഗിച്ച ശേഷം വാഹനമോടിച്ച വിദേശി യുവാവിന് ദുബായ് ട്രാഫിക് കോടതി 2 വർഷം തടവും 1 ലക്ഷം ദിർഹം 22.86 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്താനും ഉത്തരവിട്ടു. UAE സെൻട്രൽ ബാങ്കിന് അനുമതിയില്ലാതെ 2 വർഷത്തേക്ക് ബാങ്ക് ഇടപാട് നടത്തരുതെന്ന നിബന്ധനയുമുണ്ട്. യുവാവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും ഉത്തരവിട്ടു. മദ്യവും മറ്റു ലഹരി വസ്തുക്കളും ഉപയോഗിച്ചവർ വാഹനമോടിക്കരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. പ്രതിയുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. OICC കുവൈറ്റ് ഗാന്ധി ജയന്തി ആഘോഷിച്ചു. മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മദിനം OICC കുവൈറ്റ് കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ആഘോഷിച്ചു. OICC ഓഫീസിൽ വെച്ച് നടന്ന ആഘോഷം നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സാമുവൽ ചാക്കോ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈറ്റ് സിറ്റി. റിസാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ റിസാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം അബുദാബി മദീനത്ത് സായിദിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുതിയ കളക്ഷനുകൾക്കൊപ്പം ഓരോ പർച്ചേസിനും സൗജന്യ സ്വർണ്ണ നാണയവും ഡയമണ്ട് ആഭരണങ്ങൾക്ക് 60% വരെ കിഴിവുമടക്കം അത്യാകർഷകമായ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീപാവലി ആഘോഷങ്ങളോടനുബന്ധിച്ച് റിസാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മസ്കറ്റ്, മലേഷ്യ, അബുദാബി, ഷാർജ, ഗോൾഡ് സൂക്ക് എന്നീ ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഇൻകാസ് അബുദാബി ഗാന്ധി ജയന്തി ആഘോഷം. ഇൻകാസ് അബുദാബി ഗാന്ധി ജയന്തി ആചരിച്ചു. പ്രസിഡന്റ് AM അൻസാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി നൌഷാദ്, സെൻട്രൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് BA ശശീലൻ, സലിം ചിറക്കൽ, നിബു സാം ഫിലിപ്പ്, അഹദ് വെട്ടൂർ, ദശപുത്രൻ, സാബു അഗസ്റ്റിൻ, TV സുരേഷ് കുമാർ, ബിജു, ഷാജഹാൻ ഹൈദർ എന്നിവർ പ്രസംഗിച്ചു. രാജേഷ് മഠത്തിൽ, ഷാജി കുമാർ, സുധീഷ്, ബാജു, അബ്ദുൽ സലാം എന്നിവർ നേതൃത്വം നൽകി.
ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.